ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് വന്നിരിക്കുന്നത് എളുപ്പത്തിലൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ കട്ട് ചെയ്തെടുക്കുന്നത് വേറെ ഒന്നുമില്ല, റോസ്മേരി ലീഫാണ്. ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. കറിയിലോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ് ഇതിന്. ഇനി കറിയിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, റോസ്മേരി ലീഫ്, ഓൾ സ്പൈസസ്. റോസ്മേരി ലീഫ് നിർബന്ധമല്ല കേട്ടോ, ഇവിടെ വീട്ടിലുള്ളത് കൊണ്ട് എടുത്തന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇടണം. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ തൈര് ചേർക്കണം. പിന്നെ ആവശ്യമുള്ളതാണ് പെരുംജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക്, ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ചിക്കനിലോട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പോഴേ ഇതിൽ എരിവും പുളിയെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കുള്ളൂ. ചിക്കനും ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോന്നായിട്ട് പാനിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മൂടി വെച്ച് ഫ്രൈ ചെയ്യണേ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആവണ്ട. ഇപ്പോൾ ഇത് പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ, ബാക്കി വരുന്ന മസാലയുടെ വെള്ളം അത് ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒന്നുകൂടെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. മൂടി വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോഴേ അതിൻ്റെ പെർഫെക്റ്റ്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. കുറഞ്ഞ തീയിൽ ബട്ടർ മെൽറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലോട്ട് പാല് ചേർക്കണം. പാല് ചേർത്ത് ഇളക്കിയെടുക്കുമ്പോൾ അത് കട്ടയാണ് കാരണം കട്ട മിക്സായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ച്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇതാ കുരുമുളക് പൊടിയും ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ക്രീം നന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം, ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് ചേർത്താലും മതി. എന്നിട്ട് പിന്നെ മല്ലിയില തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അഭിപ്രായം പറയണേ. ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.